ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഭാരതത്തിനുള്ളത്. അതിൻ്റെ വലിപ്പം വീണ്ടും കൂടുകയാണ് ഈ ചെനാബ് പാലത്തിലൂടെ. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലൈനിലെ പാലമാണ് ഇത്. 272 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ ലൈൻ്റെ ഭാഗമാണ് ഈ ചെനാബ് പാലം. ഇനി നമുക്കറിയാം, കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല കാലാവസ്ഥ വലിയ ഘടകമാണ്. ഭൂപ്രകൃതി, അവിടുത്തെ ഭൂപ്രകൃതിയും വലിയൊരു പ്രശ്നമാണ്. ഈ പ്രകൃതിയെ ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ, അതേസമയം കശ്മീർ താഴ്വരയെ ഒറ്റപ്പെട്ടു പോകാതെ ഭാരതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു നിർമ്മാണം വരണമെങ്കിൽ, നിർമ്മിതി ഉണ്ടാകണമെങ്കിൽ അത് തീർച്ചയായും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1.10 കിലോമീറ്റർ ദൂരമാണ് ഈ പാലത്തിന്. ഈ നദിയിൽ നിന്ന്, ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരമെന്ന് പറയുമ്പോൾ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 856 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം, ചെനാബ് പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിലെ ചെനാബ് നദി കടക്കുമ്പോൾ കശ്മീരിലേക്കുള്ള വഴി ഇവിടെ തുറക്കുകയാണ്. ഒരൊറ്റ തൂണിൻ്റെ ശക്തിയിൽ 96 കേബിളുകളിൽ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് അഞ്ചി പാലം. ഈ ശൃംഖലയിലെ മറ്റൊരു വിസ്മയം. ഇതിൻ്റെ എല്ലാ നിർമ്മിതിയിലും കൊങ്കൺ റെയിൽവേയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചെനാബ് എന്ന വിസ്മയം, അത് പണി കഴിപ്പിച്ച രീതി കൂടി, 300 സിവിൽ എഞ്ചിനീയർമാരും 1300 ജീവനക്കാരും ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്ത 8 വർഷത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചെനാബ് പാലം. ഹിമാലയത്തെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ അടയാളമാണ് ചെനാബ് പാലം. വന്ദേ ഭാരത് കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും വേഗം കൂടിയ ട്രെയിനുകൾക്ക് വരെ സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള വിസ്മയമാണിത്. 110 കിലോമീറ്റർ വേഗത്തിൽ വരെ തീവണ്ടികൾ ഇതുവഴി ഓടിച്ചു പോകാം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരാണ് പാലത്തിൻ്റെ നിർവഹണ ഏജൻസി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലം. നദിയിൽ നിന്ന് 359 മീറ്റർ, ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഏറ്റവും വലിയ പാലം, ഏറ്റവും ഉയരത്തിലുള്ള പാലം, എഞ്ചിനീയറിംഗ് അത്ഭുതം, ഇതൊക്കെയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ അവിടെയുണ്ട് അദ്ദേഹം. ആ പാലം സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ നൽകിയതാണ്. എപ്പോഴാണ് ഉദ്ഘാടനം, എങ്ങനെയാണ് ഉദ്ഘാടനം? വീണ, ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അദ്ദേഹം ഈ വലിയ അത്ഭുതമായ, ലോകത്തിന് മുന്നിൽ ആധുനിക ഭാരതത്തിൻ്റെ ടെക്നോളജിയുടെയും എൻജിനീയറിംഗ് വിസ്മയത്തിൻ്റെയും ഒക്കെ പ്രതീകമായ ഈ പാലം എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചറിയുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എൻജിനീയർമാരും അതോടൊപ്പം തന്നെ ഈ ഒരു നേതൃത്വം നൽകിയവരും, പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേ, അതോടൊപ്പം അതിൻ്റെ മറ്റു ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശദീകരിച്ച് നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്, ഒപ്പം ജമ്മു കാശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല കൂടിയുള്ള ഉധംപൂരിൽ നിന്നുള്ള MP കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഇത്രയും പേരാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ളത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ
ചരിത്രവും അത് 2002 അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഒപ്പം എങ്ങനെ പ്രകൃതിയുടെ വെല്ലുവിളികളെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ലോകത്തിന് മുന്നിൽ ഈ അത്ഭുതം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ധാരാളം ചിത്രങ്ങൾ, അതൊരു മ്യൂസിയമാണ്, അവിടെ ധാരാളം ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാലവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വിശദീകരിക്കുന്നു. ഒപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഈ പാലം യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരും തൊഴിലാളികളും അടങ്ങുന്നൊരു സംഘമുണ്ട്. അവരുമായും പ്രധാനമന്ത്രി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കും. ചനാബ് നദിക്ക് കുറുകെയുള്ള ഈ പാലം മാത്രമല്ല, ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായാണ് പിന്നീട് വന്ദേ ഭാരതുകൾ ഓടിത്തുടങ്ങുന്നത്. ആദ്യമായി ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് വന്ദേ ഭാരതാകും. അതിൻ്റെ സർവീസ് സെപ്റ്റംബർ മാസത്തിലാണ് ആരംഭിക്കുക. എങ്കിലും അതിൻ്റെ കന്നിയോട്ടം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുണ്ട്. ജമ്മു താവി സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു വന്ദേ ഭാരത് അതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യ യാത്രയിൽ കൊച്ചു കുട്ടികളുമുണ്ട്. സാധാരണയായി വന്ദേ ഭാരതിൻ്റെ സർവീസുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഫ്രീ സർവീസിനകത്ത് കൊച്ചു കുട്ടികളെ, ഭാരതത്തിൻ്റെ നാളത്തെ പ്രതീക്ഷകളും നാളെ ഈ രാഷ്ട്രത്തെ നയിക്കേണ്ടതുമായ അടുത്ത തലമുറയാണ് എപ്പോഴും പ്രധാനമന്ത്രി പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനാൽ ഈ തവണ അതിലും മാറ്റമില്ല. ജമ്മു കാശ്മീരിൽ അദ്ദേഹം എത്തുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ ജമ്മു താവി സ്റ്റേഷനിൽ നിന്നും കൊച്ചു കുട്ടികൾ മെട്രോ വന്ദേ ഭാരതിൽ ഉണ്ടാകും. അവരെയും വഹിച്ചുകൊണ്ടുള്ള ഈ വന്ദേ ഭാരത് ആദ്യം ഈ പാലത്തിന് മുകളിലൂടെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുക. ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ചനാമ്പ് പാലത്തിന് മുകളിലൂടെ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ഈ പാലത്തിലൂടെ നടന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയുമൊക്കെ കൂടുതലായി ചോദിച്ചറിയുകയാണ്. അതിൻ്റെ ദൂരെ നിന്നുള്ള വിവിധ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ശ്രീനഗർ അടങ്ങുന്ന കശ്മീർ താഴ്വര എല്ലാ കാലഘട്ടങ്ങളിലും നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് അവിടേക്ക് കണക്ടിവിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളും അത് പൂർണ്ണമായി വേറിട്ട് നിന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവിടേക്ക് റെയിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ജമ്മുവിൽ നിന്നും കശ്മീരിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ വളരെ ദുർഘടമായ വഴികളിലൂടെ വാഹനമാർഗം മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്രകൾക്കൊടുവിൽ മാത്രമായിരുന്നു നമുക്ക് ശ്രീനഗർ പോലെയുള്ള കശ്മീർ വാലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എത്താൻ കഴിയുക. എന്നാൽ ഈ ചനാമ്പ് പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ ബാരാമുല്ല ഉദ്ധംപൂർ ശ്രീനഗർ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇനിയും ശ്രീനഗറിൽ നിന്നും കേവലം 3-4 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ജമ്മു പോലെയുള്ള നഗരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തേകുന്നതാണ് ഈ ഒരു പാലത്തിൻ്റെയും ഈ റെയിൽവേ പദ്ധതിയുടെയും നിർമ്മാണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്നത് ഇതിന് സൈനികമായിട്ടുള്ള മറ്റു ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലവും പലപ്പോഴായുള്ള പ്രകോപനങ്ങൾ, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ ദിവസങ്ങൾക്ക് മുൻപ് മാത്രം നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്തരം സൈനിക നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതോടുകൂടിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. സൈനികമായ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് ഏതാണ്ട് 1 മാസം തികയുന്ന ദിവസം കൂടിയാണ്. ഈ ദിവസം തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വീണ, അതിലേക്ക് വരികയായിരുന്നു ഗൗതം. അതായത് ഈ പാലം ഉദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ, ഈ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ, അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന 1 മാസം തികയാനിരിക്കെ കശ്മീരിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കശ്മീർ ജനതയ്ക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം കൂടിയാണ്, ഇന്ത്യയുടെ ഒരു പ്രതിജ്ഞാബദ്ധത കൂടിയാണ്, കശ്മീരിനോടുള്ള പ്രതിബദ്ധത കൂടിയാണ് ഒക്കെയും വെളിവാകുന്നത്. കാരണം എപ്പോഴും വലിയ ആശങ്കയിൽ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, പാകിസ്ഥാൻ്റെ ഭീകരതയോട് പൊരുതേണ്ടി വരുന്നവർ, അവർക്ക് നിങ്ങൾ വികസനത്തിന് യോഗ്യരാണ്, നിങ്ങളിലേക്ക് വികസനങ്ങൾ എത്തേണ്ടതുണ്ട് എന്ന ശക്തമായൊരു സന്ദേശം തന്നെയാണ് ഈ പാലം ഒപ്പം മറ്റു വികസന പദ്ധതികളിലൂടെയൊക്കെയും നൽകുന്നത്. ഏതൊക്കെ ജനവിഭാഗങ്ങൾക്ക്, ഏതൊക്കെ ഭാഗങ്ങളിലുള്ളവർക്ക് ഇത് ഗുണകരമാകും ഗൗതം?
വീണ, കശ്മീർ താഴ്വരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിത ഉപാധി എന്നത് ഈ ടൂറിസം തന്നെയാണ്. കാരണം കശ്മീരിനെ പറ്റി നമുക്കറിയാം, ലോകത്തിലെ സ്വർഗം എന്നാണ് എഴുത്തുകാരും ചരിത്രകാരന്മാരുമൊക്കെ ആ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ഒരുപക്ഷെ ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങൾ വളരെ വിരളമാണ്. അത്രത്തോളം സൗന്ദര്യമുള്ള പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ വിനോദസഞ്ചാരികളെ വലിയ തോതിൽ ആകർഷിക്കുന്ന എഴുത്തുകാരും ചരിത്രകാരന്മാരുമൊക്കെ വിശേഷിപ്പിച്ച ഈ ഭൂപ്രദേശത്തെ വലിയ തോതിൽ ഇല്ലാതാക്കിയത് ഭീകരവാദമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രവിഭജനത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, മുൻകാലഘട്ടങ്ങളിൽ രാജാ ഹരിസിംഗിൻ്റെയൊക്കെ കാലത്ത് വളരെയധികം പുരോഗതിയും മതമൈത്രിയുമൊക്കെ നിലനിന്നിരുന്നൊരു സ്ഥലത്താണ് പിന്നീട് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം രൂപപ്പെടുകയും അതിനെ തുടർന്ന് പിന്നീട് ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ള നിഴൽ യുദ്ധങ്ങൾ, അപ്രഖ്യാപിതമായ യുദ്ധങ്ങൾ, അതെല്ലാം ഭീകരതയുടെ സ്വഭാവം അതിനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പഹൽഗാം വരെ എത്തി നിൽക്കുന്ന ജമ്മു കാശ്മീരിനെ രക്തക്കളത്തിൽ മുക്കിയ വിവിധ ഭീകരാക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കശ്മീർ നേരിട്ടത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിരോധം എന്താണ് എന്നത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ കണക്കാക്കിയത് അത് വികസനം തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുക. കാരണം കശ്മീരിലെ ചെറുപ്പക്കാരെ മുഴുവൻ ഭീകരവാദത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം പാകിസ്ഥാനും അവരുടെ ചാരസംഘടനയും അവരുടെ അനുബന്ധ ഭീകര സംഘടനകളും ഒക്കെ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് മികച്ച സൗകര്യങ്ങൾ കൊടുത്ത് ഭാരതത്തോടൊപ്പം അവിടുത്തെ പുതുതലമുറയെ ചേർത്ത്